എന്നും സംരക്ഷിച്ചോളാന്ന് ഹരിയോട് പറഞ്ഞ വാക്കുകളായിരുന്നു മനസ്സിൽ. അവള് വല്ല കടുങ്കയും. ഏയ്, അതിന് വഴിയില്ല. അങ്ങനെയാണെങ്കിൽ അതവൾ നേരത്തെ ചെയ്യേണ്ടതായിരുന്നില്ലേ? ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു. അതിന്റെ പേരിൽ നേറിക്കൊണ്ടിരിക്കുക. ഊർമിള കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. വേണു, എന്താ ഇത്? നീ ഇതുവരെ വീട്ടിൽ പോയില്ലേ? പോയി. പക്ഷെ അവിടെ എനിക്കൊരു സ്വസ്ഥതയും കിട്ടിയില്ല. കണ്ണടയ്ക്കുമ്പോഴൊക്കെ ഊർമിളയുടെ മുഖമായിരുന്നു മുന്നിൽ. എന്നും സംരക്ഷിച്ചോളാന്ന് ഹരിയോട് പറഞ്ഞ വാക്കുകളായിരുന്നു മനസ്സിൽ. അന്വേഷിച്ച് എല്ലായിരിക്കാനായില്ല. ഓ, അപ്പൊ പിന്നെ കാര്യം മാറി. ബന്ധങ്ങളുടെയും സ്വന്തം ജീവിതത്തിന്റെയും പേരും പറഞ്ഞു ഊർമിളെ ഉപേക്ഷിക്കാൻ നീ പറഞ്ഞത് വെറും വാക്കുകൾ തന്നെ ആയിരുന്നില്ലേ വേണു? പീറ്ററെ, നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. എനിക്കെന്റെ ജീവിതവും ബന്ധങ്ങളും വലുതാ. പക്ഷെ എന്നെ ഇവിടം വരെ എത്തിച്ച ഹരിയെ മറക്കാനും വയ്യ. അതുകൊണ്ടാ തിരിച്ചു വിളിക്കാനായി ചെന്നത്. പക്ഷെ പീറ്ററെ, ഊർമിള അവിടെ കാണാനില്ല. ഓ, പിന്നെ ബോധോദയം കെട്ടി നീ തിരിച്ചു വരുന്നതും കാത്ത് അവൾ നടുറോടി കിടക്കുകയല്ലേ? അവൾ അവളുടെ പാട് നോക്കി പോയിട്ടുണ്ടാവും. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് വേണു. എടാ, ഞാൻ എങ്ങനെ സമാധാനത്തോടെ ഉറങ്ങും? സിറ്റി മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കി, എവിടെയും കണ്ടില്ല പീറ്ററെ. പീറ്ററെ, എനിക്കെന്തോ പേടി തോന്നുന്നു. എടാ, അവള് വല്ല കടുങ്കയും. ഏയ്, അതിന് വഴിയില്ല. അങ്ങനെയാണെങ്കിൽ അതവൾ നേരത്തെ ചെയ്യേണ്ടതായിരുന്നില്ലേ? ബിസിനസ്സുകൾ തകർന്ന് ക്രൈസിസുകൾക്ക് നടുവിൽ ഹരിയെ തനിച്ചാക്കി നാട്ടിലേക്ക് പോരേണ്ടി വന്നപ്പോഴോ ഹരിയുടെ മരണവിവരം അറിഞ്ഞപ്പോഴോ ഒന്നും ഊർമിള അതിന് മുതിർന്നില്ലല്ലോ. ആ നിലയ്ക്ക് ഇപ്പോഴും അവളത് ചെയ്യില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷെ പീറ്ററെ, ഊർമിള അവൾ എങ്ങോട്ടാ പോയിട്ടുണ്ടാവുക? നാട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും ചേട്ടനും അല്ലാതെ മറ്റടുത്ത ബന്ധുക്കളോ കൂട്ടുകാരോ ഒന്നുമില്ല. വീട്ടിലേക്കാണെങ്കിൽ അവൾ പോവുകയില്ല. ഇട വേണു, അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ. എത്ര തെറ്റിപ്പിരിഞ്ഞാലും അകന്നു കഴിഞ്ഞാലും ഏതൊരുവനും അവസാനം അഭയം തേടി ചെല്ലാനുള്ള സ്ഥലങ്ങളാ പിറന്ന മണ്ണും പെറ്റവയറും. ഊർമിള വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുമെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. ആ, എന്തായാലും നീ സമാധാനത്തോടെ വീട്ടിലേക്ക് ചെല്ല്. നേരം വെളുക്കട്ടെ, നമുക്ക് അന്വേഷിക്കാം. എടാ പീറ്ററെ, ചെല്ലടാ. അമ്മേ, ഞാൻ അവിടെ വരെ ഒന്ന് പോയാലോ? എവിടെ? വേണുവേട്ടന്റെ വീട് വരെ. വേണോ? ഒരിക്കൽ പോയതിന്റെ കയ്പ് മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത് ഞാൻ അപ്പോഴേ മറന്നില്ലേ. ദേഷ്യപ്പെട്ടതും അടിച്ചതും ഒക്കെ എന്റെ ഏട്ടനല്ലേ. വാശി മൂത്തപ്പോ ഞാൻ ഏട്ടനെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചു. അതുകൊണ്ടാ. അല്ലെങ്കിൽ ഒരു ഈർക്കിലി എടുത്തു പോലും എന്നെ ഇതുവരെ നോവിക്കാത്ത ആളാ. ഓരോരോ പ്രശ്നങ്ങൾ മനസ്സിൽ നൊന്ത് നിൽക്കുമ്പോ ഒന്ന് ആശ്വസിപ്പിക്കാനല്ല ഞാനൊന്ന് ശ്രമിച്ചത്. പക്ഷേ ഇപ്പൊ ആളാകെ മാറിയില്ലേ. എന്തോ ചെയ്യുന്നത് ശരിയല്ലാന്ന് തോന്നിക്കാണും. അവളെ കൊണ്ടുപോയി വീട്ടിൽ വിടാമെന്ന് സമ്മതിച്ചില്ലേ? അത് തന്നെ ശുഭകരമായ ഒരു സൂചനയാ.
അതറിയാനാ ഞാൻ അവിടെ വരെ പോയി വരാന്ന് പറഞ്ഞ്. ഊർമിളേച്ചിയെ കൊണ്ടുപോയി വീട്ടിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ വിവരം ഓടിച്ചെന്ന് മൃദുലയെടുത്ത് പറയാനല്ലേ? പോയിട്ട് വാ. ആ അധികം താമസിയാതിങ്ങ് പോരണം. ഞാൻ ദേ ഇങ്ങ് എത്തി. എന്റെ ദേവി, എന്റെ മോന് നല്ല ബുദ്ധി തോന്നണേ, ഒരു നേർവഴി കാട്ടിക്കൊടുക്കണേ. ആ വാ മോളെ, നിനക്കെങ്കിലും വരാൻ തോന്നിയല്ലോ. ഏട്ടന് സന്തോഷായി. വേണ്ട, ഒരു കാര്യം അറിയാൻ വേണ്ടി മാത്രം വന്നതാ. ഇരിക്കേ. ഊർമിള എവിടെ ഇല്ല. നന്നായി ഏട്ടാ. ഏട്ടൻ ഇപ്പോഴെങ്കിലും ഞങ്ങൾ പറയുന്നതിന് വില കൊടുത്തല്ലോ. അതെ, നിങ്ങൾക്ക് വേണ്ടി. ഇത്രയും കാലം വേണുവിനെ എല്ലാവരും തെറ്റുകാരനാക്കി, ചതിയനും വഴിവഴിച്ചവനെന്നും പറഞ്ഞു. അന്നൊന്നും എൻ്റെ മനസ്സിന് കുറ്റബോധം തോന്നിയിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തു. അതിൻ്റെ പേരിൽ നീറിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കൊക്കെ വേണ്ടിയാ ഞാൻ ഊർമിളയും കൊണ്ട് അവളുടെ വീട്ടിൽ ചെന്നത്. അവളുടെ വീട്ടുകാർ സ്വീകരിച്ചില്ല. ഒടുവിൽ അവളെ എനിക്ക് പെരുവഴിയിൽ ഇറക്കി വിടേണ്ടി വന്നു. ഇപ്പോൾ ഞാനതിൽ പശ്ചാത്തപിക്കുക. കണ്ടില്ലേ, ഊർമിളയുടെ വീട്ടുകാർക്ക് പോലും അവളെ വേണ്ട. പിന്നെന്തിനാ സുഹൃത്തിന്റെ ഭാര്യയോടും മക്കളോടും ഉള്ളതിൽ കൂടുതൽ പരിഗണന അവരോട് കാണിക്കുന്നത്? വീട്ടുകാർ പോലും വേണ്ടാന്ന് വെക്കണമെങ്കിൽ അവളത്ര ശരിപ്പുള്ളി അല്ലാന്ന് തന്നെയല്ലേ അർത്ഥം? മായേ, മതി. ഇനി അവളെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. ജീവിതത്തിൽ ഏട്ടന് കടപ്പാട് ഏറ്റവും കൂടുതൽ അവളുടെ ഭർത്താവ് ഹരിയോടാണ്. പക്ഷേ ഇപ്പൊ കടപ്പാടും വിശ്വാസവും ഒക്കെ ഞാൻ തെറ്റിച്ചു. ഇങ്ങനൊരവസ്ഥയിൽ നടുറോട്ടിൽ ഇട്ടേച്ചു പോന്നു. തെറ്റാ ഞാൻ ചെയ്തത്. എന്നെ വിശ്വസിച്ച് സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ച ഹരിയെ ഞാൻ ചതിച്ചു. ഓർക്കുമ്പോ മനസ്സിന്റെ സമാധാനം മുഴുവൻ നഷ്ടപ്പെടുക. വല്ലാത്ത കുറ്റബോധം തോന്നുന്നപ്പോ. ഏട്ടാ, വെറുതെ ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. കുറ്റബോധത്തിന്റെ ഒരാവശ്യമില്ലാന്ന് തന്നെയാ എനിക്ക് പറയാനുള്ളത്. നീ എന്തു പറഞ്ഞാലും ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവരും. വേണുവിനെ വിശ്വസിക്കാതെ മനസ്സിലാക്കാതെ ആരും എന്നെ ഇഷ്ടപ്പെടണ്ട. ആരും എന്റെ കൂടെ ജീവിക്കണമെന്നില്ല. എങ്കിൽ ഏട്ടന്റെ ഇഷ്ടം പോലെ ജീവിക്ക്. ഏട്ടനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ ഈ നിമിഷം മുതൽ എന്റെ മനസ്സിൽ നിന്ന് പോയി. ഏട്ടൻ ആരുടെ കൂടെ എങ്ങനെയെങ്കിലും ജീവിച്ചോ. പക്ഷേ ഏട്ടൻ ഒന്നും ഓർക്കണം, മൃദുലേച്ചി മാത്രമല്ല, ഈ മായയും ഇനി ഈ പടി ചവിട്ടില്ല. ഊർമിളയെ ഉപേക്ഷിച്ചതുകൊണ്ട് ഏട്ടന് നന്മയുണ്ടാവും. അവളെ കൈവിടാൻ തയ്യാറായാൽ മൃദുലേച്ചി തിരിച്ചു വരാന്ന് പറഞ്ഞത് ഏട്ടൻ മറന്നോ? ഊർമിളയെ മനസ്സിൽ നിന്ന് കൂടി ഏട്ടൻ ഉപേക്ഷിക്കണം. എന്നാലേ മൃദുലേച്ചിയോടൊത്ത് ഏട്ടന് സന്തോഷത്തോടെ ജീവിക്കാനാവൂ. സന്തോഷം, അതും എനിക്ക്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിങ്ങളൊക്കെ പറഞ്ഞതും പെരുമാറിയതും ആട്ടി അകറ്റിയതും മറക്കാനാവില്ലല്ലോ ഈ വേണുവിന്. ഇപ്പൊ ഇതാ ഈ കുറ്റബോധവും വേദനയും. എനിക്കിനി സമാധാനം കിട്ടണമെങ്കിൽ ഊർമിളയെ കണ്ടെത്തിയേ പറ്റൂ. ഞാൻ അവളെ അന്വേഷിച്ച് കണ്ടെത്തും, തിരിച്ചു വിളിച്ചുകൊണ്ട് വരികയും ചെയ്യും. എന്നാലേ എനിക്ക് സമാധാനം ഉണ്ടാവൂ. ഏട്ടാ, അരുത്. വേണ്ടാത്തതൊന്നും ചെയ്യരുത്. ഊർമിള പോയതറിഞ്ഞാൽ മൃദുലേച്ചി മക്കളെയും കൊണ്ട് തിരിച്ചു വരും. പക്ഷേ അവളെ ഇനിയും തിരിച്ചു കൊണ്ടുവന്നാ പിന്നെ ഒരിക്കലും മൃദുലേച്ചി വരില്ല.
എസ് ഐ ഉണ്ടോ? എന്താ? ഒരു പരാതി കൊടുക്കാൻ വന്നാ. അകത്തുണ്ട്, ചെന്നോളൂ. സർ, എന്താടോ? സർ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഊർമിളയെ കാണാനില്ല. നീ വെറുതെ ഞങ്ങൾക്ക് പണിയുണ്ടാക്കാനാണോ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത്? ഇവള് വല്ലവരുടെയും കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടാവും. നിന്റെ കൂടെയും ചാടിപ്പോന്നല്ലേ? നിന്നെ മടുത്തപ്പോ വേറെ ആള് നോക്കിപ്പോയി കാണും. സർ, ഊർമിള നോർമൽ സ്റ്റേജിലല്ല. എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നതിന് മുമ്പ് നോക്കട്ടെ, എന്തെങ്കിലും വിവരം കിട്ടി അറിയിക്കാം. താങ്ക് യു സർ. മിസ്റ്റർ വേണു, ഈ പെണ്ണിനെ എന്നു മുതലാ കാണാതായത്? അത് ഇന്നലെ മുതൽ. എവിടെന്നാ കാണാതായത്? ഞാൻ താമസിക്കുന്നിടത്തുനിന്ന്. രാത്രിയോ പകലോ? അത് രാത്രി. ശരി ശരി, താൻ പൊയ്ക്കോ. ആ പിന്നെ ആ പരാതി ഇങ്ങന്നേക്ക്. തന്റെ ഫോൺ നമ്പർ ഇതിലുണ്ടല്ലോ അല്ലേ? ഓ സർ, എന്നാ ഞാൻ ഇത് വേണുഗോപാലിന്റെ വീടല്ലേ? ഗൾഫിലുണ്ടായിരുന്ന? അതെ, ഞാനാ വേണുഗോപാൽ. അല്ല, ആരാ മനസ്സിലായില്ല? ഞാൻ കൃഷ്ണപണികർ. ഇതെന്റെ ഭാര്യ സരസ്വതി. ആ, ഞങ്ങള് ഊർമിളയുടെ അച്ഛനും അമ്മയാ. ഇന്നലെ നിങ്ങൾ വരുമ്പോ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. ഊർമിളെ കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. അകത്തേക്കിരിക്കാം. ആ, വാ. ഇരിക്കൂ. ഊർമിളയെ വിളിക്കേ, സമയം കളയണ്ട. അവളിവിടെ ഇല്ല. എവിടെ പോയി? ഇന്നലെ ഞാൻ ഊർമിളയും കൊണ്ട് അവിടെ വന്നപ്പോ നിങ്ങളുടെ മകൻ ആട്ടി ഓടിച്ചു. തറവാടിന് മാനക്കേടുണ്ടാക്കിയവളായതുകൊണ്ട് സ്വീകരിക്കാൻ മനസ്സില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഭാര്യയും 2 കുട്ടികളും ഉള്ളതാ. എൻ്റെ സുഹൃത്തിനോടുള്ള ആത്മാർത്ഥത കൊണ്ട് ഇത്രയും കാലം ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്തു. എൻ്റെ കുടുംബം തകരാൻ തുടങ്ങി. അത് കാരണം എനിക്ക് നിങ്ങളുടെ വീട്ടിലാക്കുക നിർവാഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വീട്ടുകാരെയെല്ലാം ഉപേക്ഷിച്ചിറങ്ങി പോയതാവൾ. ഒരുപാട് കാലത്തിന് ശേഷം പെട്ടെന്ന് കണ്ടപ്പോ എൻ്റെ മകനങ്ങനെ പെരുമാറിപ്പോയി. വേണു, ക്ഷമിക്കണം. ഞങ്ങളിപ്പോ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെ വന്നത്. ക്ഷമിക്കണം. ഊർമിള ഇപ്പൊ എവിടെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ വീട്ടിൽ കയറ്റായിരുന്നതിനാൽ തിരിച്ചു വരുമ്പോൾ ഞാൻ ഊർമിളയെ ഒരിടത്ത് ഇറക്കി വിട്ടിരുന്നു. നിങ്ങൾ എന്താ പറഞ്ഞേ? എൻ്റെ മോളെ പെരുവഴിയിൽ ഇറക്കി വിട്ടെന്നു? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? സ്വന്തം കൂടപ്പറപ്പിനില്ലാത്ത സ്നേഹം എനിക്കെന്തിനാ അവളോട്? വേണു, ഇങ്ങനെ നിസ്സാരമായി പറഞ്ഞൊഴിയരുത്. എനിക്കെൻ്റെ മോളെ തിരിച്ചു വേണം. ഒന്നാമത് നിങ്ങൾ പറഞ്ഞത് അവളുടെ മാനസിക നിലയാകെ മോശമാണെന്നല്ലേ? പിന്നെ ഗർഭിണിയും. ആ ഒരവസ്ഥയിൽ ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് എങ്ങനെ പെരുവഴിയിൽ ഇറക്കി വിടാൻ കഴിഞ്ഞു? അല്പം പോലും മനസാക്ഷിയില്ലേ നിങ്ങൾക്ക്? അതല്പം കൂടിപ്പോയി എനിക്ക്. അല്ലെങ്കിൽ അവളെ രക്ഷിച്ചതിന് എൻ്റെ കുടുംബജീവിതം നശിച്ചപ്പോ നിങ്ങളുടെ മകൻ പറഞ്ഞ പോലെ വല്ല പുഴയിൽ ഒഴിക്കാനേ ഞാൻ. പക്ഷെ വേണു, എൻ്റെ മകൾ നിങ്ങളോടൊപ്പമാണ് ഗൾഫിൽ നിന്ന് വന്നത്. നിങ്ങളുടെ കൂടാണ് അവൾ താമസിച്ചിരുന്നത്.
ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ കൂടാണ് അവൾ വീട്ടിൽ വന്നത്. എന്തൊക്കെയാണെങ്കിലും എനിക്ക് എന്റെ മോളെ തിരിച്ചു വേണം. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ തന്നെ ഞാൻ... സാറ് ചൂടാവാതെ. ഈ സിറ്റി വിട്ട് അവൾ എവിടെയും പോകാൻ സാധ്യതയില്ല. സാറൊന്ന് അന്വേഷിക്കണം. അങ്ങനെ വളരെ എളുപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് താൻ വിചാരിക്കണ്ട. എന്റെ മോക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ എന്നെ തിരിച്ചേൽപ്പിക്കണം. അല്ലെങ്കിൽ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ആ